ഓക്കെ, അങ്ങനെ വീണ്ടും ഞാൻ തിരിച്ചു വന്നിരിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്ത് പഠിച്ചറായി? ജേണൽ എൻട്രീസ് എങ്ങനെ നിർമ്മിക്കാം എന്നതിനെ പറ്റി പഠിച്ചു. ഒന്ന് നമുക്ക് ലെഡ്ജറിലേക്ക് ആ പറഞ്ഞ ജേണൽ എൻട്രീസ് എങ്ങനെ പോസ്റ്റ് ചെയ്യാം എന്നതിനെ പറ്റി പഠിക്കാം. ഓക്കെ, അതിനു മുന്നേ നമുക്കൊരു കാര്യം ചെയ്യാം. അതിനു മുന്നേ ജേണലിന്റെ ഫോർമാറ്റിനെ പറ്റി ഒന്ന് പറയാം. നിങ്ങൾക്കറിയാം, ഞാൻ ഒന്ന് പറഞ്ഞേക്കാം. എനിക്ക് ഓർമ്മയുണ്ടോ ഞാൻ നോക്കട്ടെ. നിങ്ങൾക്കറിയാം, എനിക്ക് ഓർമ്മയുണ്ടോ ഞാൻ നോക്കട്ടെ. ഓക്കെ, ഓക്കെ, നോക്കാം, കാണാം. കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ കാണാം, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഞാൻ നോക്കട്ടെ. അതിന് മുന്നേ ലാപ്ടോപ്പിന് ചാർജ് തീരാറായി, ഞാൻ ചാർജ് ചെയ്തു. ഓക്കെ, ഒരു ജേണൽ എൻട്രി, ഒരു ജേണലിന്റെ ഫോർമാറ്റ് എങ്ങനെയാണ് വരുന്നത്? ഒരു ഡേറ്റ് കാണും. ആദ്യത്തെ കോളത്തിന് ഡേറ്റ എന്ന് വിളിക്കും. രണ്ടാമത്തെ കോളത്തിന് എന്ന് പറയും? പർട്ടിക്കുലേഴ്സ് എന്ന് പറയും. മൂന്നാമത്തെ കോളത്തിന് പേരെന്ന് വിളിക്കും L/F എന്ന് വിളിക്കും, ലെഡ്ജർ ഫോളിയോ. നാലാമത് ഡെബിറ്റ് എമൗണ്ടും അഞ്ചാമത് ക്രെഡിറ്റ് എമൗണ്ട്. ഇങ്ങനെയാണ് എന്ത് വരുന്നത്? ഈ പറയുന്ന ജേണലിന്റെ ഫോർമാറ്റ് വരുന്നത് ആണല്ലേ? കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കല്ല, നിങ്ങൾ ഈ പറയുന്ന നിങ്ങളെ ടീച്ചേഴ്സ് പഠിപ്പിച്ച ഫോർമാറ്റ് ഇത് തന്നെയാണ്. ഞാൻ പിന്നെയും എടുത്ത് പറയുന്ന ഫോർമാറ്റ് ഇത് തന്നെയാണ്. അപ്പൊ ഒരു ട്രാൻസാക്ഷൻ കാണുമ്പോൾ ആദ്യം നമ്മൾ എന്തിടും? ആ ട്രാൻസാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഡേറ്റ് ഇടണം. ഡേറ്റ് ഇട്ടതിന് ശേഷം കൃത്യമായി എൻട്രി ഇടണം. ക്യാഷ് സെയിൽസ് ആയിരുന്ന ട്രാൻസാക്ഷൻ എൻട്രി എങ്ങനെ വരും? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് എന്ന് പറഞ്ഞ് എൻട്രി വരും. അപ്പൊ ഈ സെയിൽസ് എന്താണ്? കുറച്ച് സ്പേസ് ഇട്ട് വേണം സെയിൽസ് എഴുതേണ്ടത്. കുറച്ച് സ്പേസ് വേണം. കുറച്ച് സ്പേസ് ഇടണം സെയിൽസ് എഴുതേണ്ടത്. ഡെബിറ്റ് എമൗണ്ട് എഴുതും 20,000 രൂപ, അല്ലെങ്കിൽ 20,000 രൂപ, 2 ലക്ഷം രൂപ. ക്രെഡിറ്റ് എമൗണ്ട് 2 ലക്ഷം രൂപ. ഞാൻ പെട്ടെന്നൊന്നും പറയാണ്, ഞാൻ ഫോർമാറ്റിലേക്ക് പോകുന്നത്. അതിന്റെ താഴെ എന്ത് ചെയ്യണം? നറേഷൻ എഴുതണം. എന്താണ്? ക്യാഷ് സെയിൽസ്. എന്നിട്ട് എന്ത് ചെയ്യണം? താഴെ ഒരു വര വരയ്ക്കണം. വര വരച്ചതിന് ശേഷം ആയിരിക്കണം അടുത്ത ഡേറ്റ് ഇട്ട് അടുത്ത എൻട്രി എഴുതേണ്ടത്. ഇങ്ങനെയാണ് ട്രാൻസാക്ഷൻസ് ജേണലൈസ് ചെയ്യേണ്ടത്. ജേണലിൽ എഴുതുന്ന രീതി ഇങ്ങനെയാണ്. നിങ്ങൾക്കറിയാം, സംശയമൊന്നുമില്ലെങ്കിൽ ലെഡ്ജർ പോസ്റ്റിങ്ങിലോട്ട് പോവാം. സംശയമൊന്നുമില്ലെങ്കിൽ ലെഡ്ജർ പോസ്റ്റിംഗ് എന്ന് പറയുന്ന കർത്തവ്യത്തിലോട്ട് കിടക്കാം. ലെഡ്ജർ പോസ്റ്റിംഗ് ഭയങ്കര സിമ്പിൾ ആണ്. വലിയ പാടുള്ള ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാവർക്കും തിരിഞ്ഞു പോകും ലെഡ്ജർ പോസ്റ്റ്. നമുക്ക് ഈ പറയുന്ന കഴിഞ്ഞ തവണ നമ്മൾ എന്ത് ചെയ്ത ജേണലൈസ് ചെയ്ത ട്രാൻസാക്ഷൻസ് നമുക്ക് തന്നെ പോസ്റ്റ് ചെയ്യാം. കഴിഞ്ഞ തവണ ജേണലൈസ് ചെയ്ത ട്രാൻസാക്ഷൻസ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? പോസ്റ്റ് ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം? പോസ്റ്റ് ചെയ്യാം. കോപ്പി ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയാൻ വയ്യ. നോക്കട്ടെ, ഇങ്ങനെ വരും. ഇത് വായിക്കാൻ പറ്റുന്നില്ലേടാ? വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ.
നമുക്ക് അവിടെ നിന്ന് തന്നെ ചെയ്യാടാ. ഇത് ഭയങ്കര അവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്താൽ ഭയങ്കര മിസ്സായി കിടക്കാം. പോട്ടെ. നേരത്തെ ട്രാൻസാക്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാം? ജേർണലൈസ് ചെയ്യാം. നേരത്തെ ട്രാൻസാക്ഷൻസിന്റെ എൻട്രീസ് അങ്ങോട്ട് താഴോട്ട് ഇങ്ങോട്ട് എഴുതാം. അല്ല, ജേർണലൈസ് ചെയ്യുന്നതല്ല, പോസ്റ്റ് ചെയ്യാം. എന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ്. കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടാണ് ഈ വീഡിയോയിലേക്ക് വരേണ്ടതെന്ന് ചുരുക്കം. കാരണം ഈ പറയുന്ന ട്രാൻസാക്ഷൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ എന്ത് ചെയ്തു? ജേർണലൈസ് ചെയ്തു. ആ ജേർണലൈസ് ട്രാൻസാക്ഷൻ എന്ത് ചെയ്യുന്നത്? ലെഡ്ജറിലേക്ക് പോസ്റ്റ് പോകുന്നത് ഈ ട്രാൻസാക്ഷൻ തന്നെയാണ് എടുക്കുന്നത്. ഓക്കെ. അപ്പൊ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യണമെങ്കിൽ ആദ്യം എന്തറിയണം? ട്രാൻസാക്ഷൻസ് എങ്ങനെ ജേർണലൈസ് ചെയ്യുന്നു എന്ന് അറിയണം. ട്രാൻസാക്ഷൻസ് എങ്ങനെ ജേർണലൈസ് ചെയ്യുന്നു എന്ന് അറിയണം. ഓക്കെ. അപ്പൊ നമ്മള് ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇതിനെയൊക്കെ ഒരു സെപ്പറേറ്റ് അക്കൗണ്ടിലേക്ക് മാറ്റുക. ഓരോരോ എൻട്രീസിനെ സെപ്പറേറ്റ് അക്കൗണ്ടിലേക്ക് മാറ്റുക. സെപ്പറേറ്റ് അക്കൗണ്ടിലേക്ക് മാറ്റുക. അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എത്ര അക്കൗണ്ട് വരയ്ക്കണം? എത്ര അക്കൗണ്ട് വരയ്ക്കേണ്ടതായിട്ടുണ്ട്? എത്ര അക്കൗണ്ട് വരയ്ക്കേണ്ടതായിട്ടുണ്ട്? നോക്കാം എത്ര അക്കൗണ്ട് വരയ്ക്കേണ്ടതായിട്ടുണ്ടെന്ന്. ക്യാഷിന് ഒരു അക്കൗണ്ട് എന്തായാലും വരയ്ക്കണം. ക്യാഷിന് ഒരു അക്കൗണ്ട് വരയ്ക്കണം 1. ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കണം 2. ഫർണിച്ചർ അക്കൗണ്ട് വരയ്ക്കണം 3. അടുത്ത പർച്ചേസിന്റെ അക്കൗണ്ട് വരയ്ക്കണം 4. സാലറിയുടെ അക്കൗണ്ട് വരയ്ക്കണം 5. കമ്മീഷൻ അക്കൗണ്ട് വരയ്ക്കണം 6. ഡ്രോയിങ്സിന്റെ അക്കൗണ്ട് വരയ്ക്കണം 7. പർച്ചേസ് അക്കൗണ്ട് ഉണ്ടല്ലോ. റെന്റിന്റെ അക്കൗണ്ട് വരയ്ക്കണം. റെന്റിന്റെ അക്കൗണ്ട് വരയ്ക്കണം എത്ര? 8. രാഹുലിന്റെ പേരിൽ അക്കൗണ്ട് വരയ്ക്കണം 9. കാരണം രാഹുൽ എന്തുണ്ട്? എൻട്രി ഉണ്ട്. സെയിൽസ് അക്കൗണ്ട് വരയ്ക്കണം 10. സെയിൽസ് അക്കൗണ്ട് വരയ്ക്കണം. അമലിന്റെ അക്കൗണ്ട് വരയ്ക്കണം 11. 12ാമത്തെ അക്കൗണ്ട് വരയ്ക്കണം. 12ാമത്തെ അക്കൗണ്ട് എന്താണ്? 12ാമത്തെ അക്കൗണ്ട് വരയ്ക്കണ്ട. 11 അക്കൗണ്ട് വരച്ചാൽ മതി. ഡ്രോയിങ്സ് ഇവിടെ ഉണ്ട്. ഓക്കെ. നമുക്ക് എക്സൽ തന്നെ ചെയ്യാടേ. അതാണ് കുറച്ചുകൂടി എളുപ്പം. ഓക്കെ. എക്സലിലോട്ട് തന്നെ പോവാം. അപ്പൊ നമ്മൾ വരയ്ക്കേണ്ട അക്കൗണ്ടിന്റെ എണ്ണം, ക്യാഷ് അക്കൗണ്ട് വരയ്ക്കണം. ദെൻ വേറെ ഷീറ്റ് എടുത്ത് വരയ്ക്കാം. ക്യാഷ് അക്കൗണ്ട് വരയ്ക്കണം. ദെൻ അവിടെ നമ്മൾ പറഞ്ഞ അക്കൗണ്ടൊക്കെ നമുക്ക് അതൊന്ന് എഴുതാം. ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കണം. എന്ത് വരയ്ക്കണം? ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കണം. ക്യാഷ് തന്നെ പിന്നെ വന്ന, സോറി. ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കണം. ദെൻ ഫർണിച്ചർ അക്കൗണ്ട് വരയ്ക്കണം. പർച്ചേസ് അക്കൗണ്ട് വരയ്ക്കണം. സാലറി അക്കൗണ്ട് വരയ്ക്കണം. കമ്മീഷൻ അക്കൗണ്ട് വരയ്ക്കണം. ഡ്രോയിങ്സിന് അക്കൗണ്ട് വരയ്ക്കണം. പിന്നെ റെന്റിന് ഒരു അക്കൗണ്ട് വരയ്ക്കണം. രാഹുലിന്റെ പേര് ഒരു അക്കൗണ്ട് വരയ്ക്കണം. അമലിന്റെ പേര് അക്കൗണ്ട് വരയ്ക്കണം. സെയിൽസിന്റെ പേര് അക്കൗണ്ട് വരയ്ക്കണം. ചുരുക്കി പറഞ്ഞ എത്ര അക്കൗണ്ട് വരയ്ക്കണം? 11 അക്കൗണ്ട് വരയ്ക്കണം. എത്ര അക്കൗണ്ട് വരയ്ക്കണം? 11 അക്കൗണ്ട് വരയ്ക്കാം. 11 അക്കൗണ്ട് നമുക്ക് ഓരോന്നായിട്ട് വരച്ച് തുടങ്ങാം. ക്യാപിറ്റൽ, ഫർണിച്ചർ, പർച്ചേസസ്, സാലറി, കമ്മീഷൻ, ഡ്രോയിങ്സ്. നിങ്ങൾ നോട്ട്ബുക്ക് വരയ്ക്കണേ.
രാഹുൽ, അമൽ, സെയിൽസ്. ഇനി അക്കൗണ്ട് വരയ്ക്കുമ്പോൾ എന്തൊക്കെ വേണം? ഡേറ്റ് വേണം, then പർട്ടിക്കുലേഴ്സ് വേണം, എമൗണ്ട് വേണം. എന്തൊക്കെയാണ് വേണ്ടത്? ഡേറ്റ് വേണം, പർട്ടിക്കുലേഴ്സ് വേണം, എമൗണ്ട് വേണം. രണ്ട് സൈഡിലും വേണം ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, എമൗണ്ട്. അപ്പം ഒരക്കൗണ്ട് പൂർത്തിയാവും. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ് അക്കൗണ്ട് എല്ലാ അക്കൗണ്ടിലും വേണം. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ് അക്കൗണ്ട് എല്ലാ അക്കൗണ്ടിലും വേണം. ഞാൻ ഇവിടെ മറ്റേ ജേണൽ ഫോളി ഒഴിവാക്കിയേ. തൽക്കാലം ജേണൽ ഫോളി നിങ്ങൾ വരച്ചോളാം. ഞാൻ തൽക്കാലത്തേക്ക് എന്ത് ചെയ്തു? അത് ഒഴിവാക്കി. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, എമൗണ്ട് വേണം. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, എമൗണ്ട് വേണം. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, എമൗണ്ട് വേണം. ഇവിടെ വേണ്ടേ? പർച്ചേസിന് വേണ്ടേ? ഞാൻ വീഡിയോ നിർത്താതെ ഈ കാര്യങ്ങൾ ഞാൻ പറയുന്നതിന്റെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങളത് മനസ്സിലാക്കണം. ഇങ്ങനെയാണ് അക്കൗണ്ട് വരയ്ക്കേണ്ടതെന്നൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ എന്റെ കൂടെ ഒന്ന് ചെയ്യണം. പർച്ചേസ് അക്കൗണ്ടായി, ദെൻ സാലറി അക്കൗണ്ട് വരയ്ക്കണം. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, എമൗണ്ട്. സാലറി അക്കൗണ്ട് എന്ത് ചെയ്തു? വരയ്ക്കണം. അത് നിങ്ങൾക്ക് താഴെ വരണം. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, എമൗണ്ട് താഴെ വന്നു. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, എമൗണ്ട് ഇവിടെയും വന്നു, ഇവിടെയും വന്നു. ഇതാർക്കുള്ളതാണ്? റെന്റിനുള്ളതാണ്. ഇനി ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, എമൗണ്ട് രാഹുലിന് വേണം. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, എമൗണ്ട് രാഹുലിന് എന്ത് കൊടുത്തു? ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, എമൗണ്ട്. ഇനി വേണ്ടത് അമലിനും കൂടെ ആകുമ്പോൾ തീരുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. തീരത്തില്ല. സെയിൽസും കൂടെ വേണം. ആയിക്കോട്ടെ, സെയിൽസിനും കൊടുക്കാം. സെയിൽസിനും കൊടുത്തു. സെയിൽസിന് കൊടുത്തു. ഈ സംഭവം വേണ്ട. ഇത് മതി. ബാക്കി നമുക്ക് താഴെ എഴുതാം. എന്ന് പറയുമ്പം ഒരു ഔട്ട്സൈഡ് ബോർഡർ മാത്രം മതി. നിങ്ങൾ വരച്ച് കഴിഞ്ഞാണോ അല്ലേ? എനിക്ക് ഒത്തിരി സമയം എടുക്കുന്നു. മറ്റേതിലിട്ട് വരച്ച് പറഞ്ഞ ഞാൻ ഇപ്പൊ എന്നിട്ട് എഴുതുമ്പോൾ ചില മനസ്സിലായില്ലെന്ന് വന്നാൽ പിന്നെ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക്. അതിനേക്കാളും നല്ലത് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നില്ല നല്ലത്, ഉറപ്പായിട്ടും. ഞാൻ ഈ പറയുന്ന ക്യാഷ് എന്ന് എഴുതി, ക്യാപിറ്റൽ എന്ന് എഴുതി, ഓരോ പേരാണ് എഴുതി പോയിരിക്കുന്നത്. പക്ഷെ അതിന് കൂടെ എന്ത് ചേർക്കണം? ഒരു A/C കൂടെ ചേർക്കണം. കാരണം ഇതെല്ലാം എന്താണ്? അക്കൗണ്ട് ആണ്. ഒരു A/C കൂടെ ചേർക്കണം. ഓക്കെ സാർ. ഓക്കെ, നമ്മളിവിടെ പോയിട്ട് ഓരോ ജേണൽ എൻട്രീസ് എടുക്കും, കൃത്യമായിട്ട് അപ്പുറത്തെ പോസിറ്റീവ്. ഓരോ ജേണൽ എൻട്രീസ് എടുക്കും, കൃത്യമായിട്ട് അപ്പുറത്തെ പോസിറ്റീവ്. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടി. ഫസ്റ്റത്തെ എൻട്രി, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ. അതിന് മുന്നേ ഇവിടെ എന്ത് വരും? ഈ സൈഡിൽ ഡെബിറ്റും വരും,
സോറി, കൺട്രോൾ സെറ്റ്. ഇവിടെ എന്തും വരും, DR വരും. ഇവിടെ എന്തും വരും, CR വരും. ഇത് ഞാൻ എല്ലാ അക്കൗണ്ടും എഴുതിയിട്ടില്ല, ഇത് ഓർമ്മ വേണം. കാരണം ഈ സൈഡിനെ നമ്മൾ ഡെബിറ്റ് സൈഡ് എന്നും ഈ സൈഡ് നമ്മൾ എന്തെന്ന് പറയും, ഡെബിറ്റ് സൈഡ് എന്നും ഈ സൈഡ് എന്നും പറയും, ക്രെഡിറ്റ് സൈഡ് എന്ന് പേരിട്ട് വിളിക്കും. ഓക്കെ ഓക്കെ ആദ്യത്തെ ട്രാൻസാക്ഷൻ നോക്കാം. ക്യാഷ് അക്കൗണ്ട് ടു ക്യാപിറ്റൽ എന്നാണ് എന്ത് വന്നിരിക്കുന്നത്, എൻട്രി വന്നിരിക്കുന്നത്. ഇതെങ്ങനെ പോസ്റ്റ് ചെയ്യും, സിമ്പിൾ ആണ്. ആദ്യം ഡെബിറ്റ് കിടക്കുന്ന അക്കൗണ്ട് ഏതാണോ ആ അക്കൗണ്ട് എടുക്കണം. ആ അക്കൗണ്ടിലാണ് ക്യാപിറ്റൽ വരേണ്ടത്. ആ അക്കൗണ്ടിൽ എന്ത് വരണം, ക്യാപിറ്റൽ വരണം. എന്ന് പറഞ്ഞാൽ ക്യാഷ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ എന്തെന്ന് വരണം, ക്യാപിറ്റൽ എന്ന് വരണം. ക്യാഷ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ എന്തെന്ന് വരണം, ക്യാപിറ്റൽ എന്ന് വരണം. എത്ര രൂപ വരണം, 50,000 രൂപ വരണം. ക്യാഷ് അക്കൗണ്ട് ടു ക്യാപിറ്റൽ മീൻസ് എന്താണ്, ക്യാഷ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ ക്യാപിറ്റൽ വരണം. മീൻസ് ക്യാഷ് ഇപ്പൊ ഡെബിറ്റ് സൈഡിൽ ക്യാപിറ്റൽ എന്ന് മീനിങ് എന്താണ്, ക്യാഷ് 50,000 രൂപ കൂടി എന്നാണ്. ക്യാഷ് 50,000 രൂപ കൂടി എന്നാണ്. ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് ക്യാപിറ്റലും കൂടിയില്ലേ, ക്യാപിറ്റലിന്റെ ക്രെഡിറ്റ് സൈഡ് കൂടണ്ടേ. അപ്പൊ ക്യാപിറ്റൽ എന്ത് ചെയ്തും, ക്യാപിറ്റലിന്റെ ക്രെഡിറ്റ് സൈഡിൽ എന്തെന്ന് എഴുതും, ക്യാഷ് എന്ന് എഴുതും. ക്യാഷ് എന്ന് എഴുതും. എത്ര രൂപ, 50,000 രൂപ. എത്ര രൂപ, 50,000 രൂപ. ഡേറ്റ് ഇടുന്നില്ല, ഡേറ്റ് ഞാൻ 1 എന്ന് പറഞ്ഞ് കാണിക്കാം. ഫസ്റ്റ് ട്രാൻസാക്ഷൻ ആയിട്ട് 1 എന്ന് പറഞ്ഞ് കാണിക്കാം, അല്ലെങ്കിൽ പോട്ടെ സ്മാൾ a കാണിക്കാം. ആദ്യത്തെ ട്രാൻസാക്ഷൻ കഴിഞ്ഞു. രണ്ടാമത്തെ ട്രാൻസാക്ഷൻ ഫർണിച്ചർ അക്കൗണ്ട് ടു ക്യാഷ്. അപ്പൊ ഫർണിച്ചർ അക്കൗണ്ടിലോട്ട് പോകുന്നു. ഫർണിച്ചർ എന്ത് സംഭവിച്ചു, ഫർണിച്ചർ കൂടി. ഫർണിച്ചർ ആണ് ഡെബിറ്റ്. അപ്പൊ ഡെബിറ്റ് ചെയ്ത അക്കൗണ്ടിലോട്ട് നമ്മൾ ആദ്യമായിട്ട് പോകുന്നത് ഏതിലോട്ട് പോകുന്നു, ഡെബിറ്റ് ചെയ്ത അക്കൗണ്ടിലോട്ട് ആദ്യം പോകുന്നു. ആദ്യം പോയിട്ട് അവിടെ നിന്ന് എഴുതും, ക്യാഷ് എന്ന് എഴുതും. എത്ര രൂപ ക്യാഷ്, 15,000 രൂപ ക്യാഷ്. 15,000 രൂപ ക്യാഷ്. 15,000 രൂപ എന്താണ്, ക്യാഷ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഞാൻ എന്താണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഇതിന്റെ മീനിങ് എന്താണ്, ഫർണിച്ചറിന്റെ ഡെബിറ്റ് സൈഡ് കൂടി. എങ്ങനെ കൂടി, ഫർണിച്ചർ വരുമ്പം ഫർണിച്ചർ ഡെബിറ്റ് സൈഡ് എന്ത് ചെയ്യും, കൂടും. ഫർണിച്ചർ വരുമ്പോൾ ഫർണിച്ചർ ഡെബിറ്റ് സൈഡ് എന്ത് ചെയ്യും, കൂടുകയാണ് ചെയ്യുന്നത്. ഫർണിച്ചർ വരുമ്പോൾ ഫർണിച്ചർ ഡെബിറ്റ് സൈഡ് കൂടുകയാണ് ചെയ്യുന്നത്. ഡെബിറ്റ് സൈഡ് എന്താണ്, കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ക്യാഷ് പോയി, ഫർണിച്ചർ കൂടി. അപ്പോ ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് എവിടെ എഫക്ട് വരും, ക്യാഷ് അക്കൗണ്ട് എഫക്ട് വരത്തില്ലേ. എന്ത് എഫക്ട് വരും, ക്യാഷ് കുറഞ്ഞു. ക്യാഷ് ക്രെഡിറ്റ് അല്ലേ, ക്യാഷ് കുറയും. ഫർണിച്ചർ കൂടി, ക്യാഷ് കുറയും. അപ്പൊ ക്യാഷ് അക്കൗണ്ടിൽ ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. കാരണം എന്ത് ചെയ്തു, ഫർണിച്ചർ മേടിച്ചതുകൊണ്ട് 15,000 രൂപ ക്യാഷ് കുറഞ്ഞു. 15,000 രൂപ ക്യാഷ് കുറഞ്ഞു. ഓക്കെ, ആയത് 2 ട്രാൻസാക്ഷൻ മനസ്സിലായല്ലോ. മനസ്സിലായി. മൂന്നാമത്തെ എൻട്രി പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. അപ്പൊ എൻട്രി ഇങ്ങനെയാണ്, പർച്ചേസ് അക്കൗണ്ട് ടു ക്യാഷ്. അപ്പൊ നമുക്ക് മനസ്സിലായി എന്താണ്, പർച്ചേസ് അക്കൗണ്ട് കൂടി, ഡെബിറ്റ് ബാലൻസ് കൂടി. പർച്ചേസ് അക്കൗണ്ട് എന്ത് ചെയ്തു, കൂടി. കൂടുമ്പോൾ പർച്ചേസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് എന്ന് പറഞ്ഞു വരും, ക്യാഷ് എന്ന് പറഞ്ഞു വരും. എത്ര രൂപ ക്യാഷ്, 6,000 രൂപയുടെ ഗുഡ്സ് വാങ്ങി. 6,000 രൂപയുടെ ഗുഡ്സ് എന്ത് ചെയ്തു, വാങ്ങി. കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് കുറയും, പർച്ചേസ് കുറയും. പർച്ചേസ് കുറയും. എത്ര രൂപ, 6,000. പർച്ചേസ് അല്ല, ക്യാഷ് കുറയും. പർച്ചേസ് മൂലം എന്ത് കുറയും, ക്യാഷ് കുറയും, 6,000. നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, ഒരു അക്കൗണ്ടിൽ ഒരിക്കലും ആ അക്കൗണ്ടിന്റെ പേരുള്ള അക്കൗണ്ട് വരത്തില്ല. ഇപ്പൊ ക്യാഷ് അക്കൗണ്ടിൽ ഒരിക്കലും ക്യാഷ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന്റെ അകത്ത് എന്ത് ചെയ്യത്തില്ല, എഴുതി വെക്കില്ല.
ആ പറയുന്ന ക്യാഷ് അക്കൗണ്ടിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് വന്ന എലമെന്റ് എന്താണോ, ഐറ്റം എന്താണോ, അത് മാത്രമേ ക്യാഷ് അക്കൗണ്ട് എഴുതുള്ളൂ. അത് ചിലപ്പോൾ ക്യാഷിനെ കൂട്ടാനാവാം, ചിലപ്പോൾ കുറയ്ക്കാനാവാം വരുന്നത്. ഇപ്പൊ ക്യാഷിനെ കൂട്ടുന്ന ഐറ്റംസ് നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. ഇപ്പൊ ക്യാഷിന് ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ, ഇപ്പൊ ക്യാഷിന് ഡെബിറ്റ് ബാലൻസ് ആണ്, ക്യാഷിന് ഡെബിറ്റ് ബാലൻസ് ആണ് അസറ്റ് ആണ്, നമുക്ക് സംശയമൊന്നുമില്ല. അപ്പൊ നമുക്ക് മനസ്സിലായി, ക്യാഷ് ഡെബിറ്റ് ആയി കിടന്നാൽ ഒരു സാധനം ക്രെഡിറ്റ് പോയാൽ ആ സാധനത്തിന്റെ മീനിങ് എന്താണ്? ക്യാഷിനെ കൂട്ടാനായിട്ട് വന്ന സാധനമാണ്. അതുപോലെ തന്നെ തിരിച്ച് ക്യാഷ് ക്രെഡിറ്റ് പോയി ഒരു സാധനം ഡെബിറ്റ് വന്നാൽ മനസ്സിലായി, ക്യാഷ് ക്രെഡിറ്റ് പോയാൽ മനസ്സിലാക്കേണ്ട കാര്യം ക്യാഷ് കുറയ്ക്കാൻ വേണ്ടി ഡെബിറ്റ് വന്ന് കിടക്കുന്ന സാധനം വന്നു. അതാണ് ഈ പറയുന്ന പർച്ചേസ് ഫർണിച്ചറും ഒക്കെ. ഓക്കെ, മൂന്നാമത്തെ സാലറി കൊടുത്തു, സാലറി അക്കൗണ്ട് ടു ക്യാഷ്. അപ്പൊ എന്ത് സംഭവിക്കും? നേരെ സാലറി അക്കൗണ്ടിൽ പോണം. എന്തെന്ന് എഴുതണം? എന്തെന്ന് എഴുതണം? എന്തെന്ന് എഴുതണം? ക്യാഷ്. എത്ര രൂപയുടെ ക്യാഷ് പോയി സാലറി കൊടുത്തപ്പോൾ? 5000 രൂപയുടെ ക്യാഷ് പോയി. എത്ര രൂപയുടെ ക്യാഷ് പോയി? 5000 രൂപയുടെ ക്യാഷ് പോയി. സാലറി അക്കൗണ്ടിൽ 5000 രൂപ കൂടി. സാലറി എന്ന് പറയുന്ന ഡെബിറ്റ് ബാലൻസ് എക്സ്പെൻസ് കൂടി, 5000 രൂപ കൂടി. എന്ത് സംഭവിച്ചു അതിന്റെ കൂടെ? എന്ത് സംഭവിച്ചു അതിന്റെ കൂടെ? എന്ത് സംഭവിച്ചു അതിന്റെ കൂടെ? ക്യാഷ് എത്ര രൂപ കുറഞ്ഞു? 6000 രൂപ ക്യാഷ് കുറഞ്ഞു. 6000 അല്ലേ? 6000 അല്ല, 5000 രൂപ എന്ത് കുറഞ്ഞു? 5000 രൂപ എന്ത് കുറഞ്ഞു? ക്യാഷ് കുറഞ്ഞു. 5000 രൂപ എന്ത് കുറഞ്ഞു? ക്യാഷ് കുറഞ്ഞു. അതിനും എന്ത് കുറഞ്ഞു? ക്യാഷ് കുറഞ്ഞു. ഇനി അടുത്ത ട്രാൻസാക്ഷനിലോട്ട് പോവാം. 5 കഴിഞ്ഞ 6ാമത്തെ ട്രാൻസാക്ഷൻ പോവാം. റെന്റ് കൊടുത്തു, റെന്റ് അക്കൗണ്ട് ടു ക്യാഷ്. റെന്റ് അക്കൗണ്ട് ടു ക്യാഷ്. അപ്പൊ റെന്റ് എന്ന് പറഞ്ഞ അക്കൗണ്ട് എടുക്കണം. റെന്റ് എന്ന് പറഞ്ഞ അക്കൗണ്ട് ഇവിടെ നടക്കും. റെന്റ് എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ എന്ത് വന്നു? ക്യാഷ് പോയി, റെന്റ് കൂടി. എത്ര രൂപയുടെ റെന്റ് കൂടി? റെന്റ് നമ്മൾ എത്ര രൂപ കൊടുത്തു? റെന്റ് കൊടുത്തു 6000 രൂപയുടെ റെന്റ് കൊടുത്തു. കമ്മീഷൻ എടുത്തില്ലല്ലേ? റെന്റ് കഴിഞ്ഞൊരു കമ്മീഷൻ പറയാം. 6000 രൂപയുടെ റെന്റ് കൊടുത്തു. അപ്പൊ 6000 രൂപ എന്ത് ചെയ്യണം? ഇവിടെ എഴുതണം. അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് സംഭവിച്ചു? എന്ത് സംഭവിച്ചു? റെന്റ് മൂലം ക്യാഷ് കുറഞ്ഞു. ക്യാഷിനെ എന്ത് ചെയ്യണം? ക്യാഷ് അക്കൗണ്ട് എന്ത് ചെയ്യണം? റെന്റിനെ ക്രെഡിറ്റ് ചെയ്യണം. ക്യാഷിനെ കുറയുന്ന ഐറ്റം മൊത്തം എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ക്യാഷിനെ കൂടുന്ന ഐറ്റം മൊത്തം ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, ഇനി കമ്മീഷൻ വിട്ടു. കമ്മീഷൻ കിട്ടി. ക്യാഷ് അക്കൗണ്ട് ടു കമ്മീഷൻ മീൻസ് എന്താണ്? ക്യാഷ് അക്കൗണ്ട് കൂടാൻ കാരണക്കാരൻ ആരാണ്? കമ്മീഷനാണ്. അപ്പൊ കമ്മീഷൻ അക്കൗണ്ട് എടുക്കണം. നടക്കുന്നത് കമ്മീഷൻ അക്കൗണ്ട്. കമ്മീഷൻ അക്കൗണ്ട് എടുക്കണ്ട, ക്യാഷ് അക്കൗണ്ട് ഒരു കമ്മീഷൻ ആണ്. ഡെബിറ്റ് ആസ്പെക്ട് ആണ് ആദ്യം ഫില്ല് ചെയ്യേണ്ടത്. അപ്പൊ മനസ്സിലായി ഇവിടെ എന്ത് കൂടി? കമ്മീഷൻ കൂടി. എന്ത് കൂടി? കമ്മീഷൻ കൂടി. എത്ര രൂപയുടെ കമ്മീഷൻ കൂടി? എത്ര രൂപയുടെ കമ്മീഷനാണ് കൂടിയത്? 5200. എത്ര രൂപ? 5200. ഇവിടെ എത്ര രൂപയുടെ കമ്മീഷൻ എന്താണ്? കമ്മീഷൻ ഇൻകം ആണ്, ക്രെഡിറ്റ് ബാലൻസ് ആണ്. ക്രെഡിറ്റും കൂടണം. കമ്മീഷൻ എന്താണ്? ക്രെഡിറ്റ് ബാലൻസ് ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് സൈഡ് കൂടണം. എന്ത് മൂലം കൂടി? ക്യാഷ് മൂലം കൂടി. എന്ത് മൂലം കൂടി? ക്യാഷ് മൂലം കൂടി. ഓക്കെ, ദെൻ 7ാമത്തെ ട്രാൻസാക്ഷൻ. ക്യാഷ് അക്കൗണ്ട് ടു രാഹുൽ എന്ന് പറഞ്ഞ രാഹുലിനെ നമുക്ക് പൈസ കിട്ടി. 5000 രൂപ പൈസ നമുക്ക് ആരെയിൽ നിന്ന് കിട്ടി? രാഹുലിനെ നിന്ന് കിട്ടി. അപ്പൊ നമ്മൾ എന്ത് കൂടി? എഫ് കഴിഞ്ഞ് ജി എൻട്രിയിൽ എന്താണ്? ക്യാഷ് കൂടി. ആര് കാരണം കൂടി? രാഹുൽ കാരണം കൂടി. ഇപ്പൊ ഡെബിറ്റ് ബാലൻസ് നമ്മൾ ആദ്യം റെക്കോർഡ് ചെയ്തു. രാഹുൽ കാരണം ക്യാഷ് എത്ര കൂടിയുടെ? 5000 രൂപയുടെ ക്യാഷ് കൂടി. ഇപ്പൊ രാഹുലിന്റെ അക്കൗണ്ടിൽ പോയിട്ട് എന്ത് എഴുതണം? രാഹുൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ്? നമ്മളെ ലയബിലിറ്റി ആണ്. ലയബിലിറ്റിയും കൂടുകയാണ്. ലയബിലിറ്റി എന്ത് ചെയ്യുകയാണ്? ഈ പറഞ്ഞ ക്രെഡിറ്റ് സൈഡ് എന്താണ്? കൂടുകയാണ്. ക്രെഡിറ്റ് സൈഡ് എന്താണ്? കൂടുകയാണ്. അപ്പൊ നമ്മളവിടെ എന്ത് എഴുതണം? എന്താണ്? ക്യാഷ് രാഹുൽ തന്നു, രാഹുൽ ലയബിലിറ്റിയും കൂടി. എത്ര രൂപ? ഐ തിങ്ക് 6000. നോ, 5000. 5000 കൂടി. 5000 കൂടി. ദെൻ അടുത്തത് സെയിൽ നടന്നു. അമൽ എന്ത് നടത്തി? സെയിൽ നടത്തി.
അമലിന് നമ്മൾ സെയിൽ നടത്തി. അതെന്താണ്? ക്യാഷ് സെയിൽ അല്ല, ക്രെഡിറ്റ് സെയിലാണ് നടത്തിയത്. എന്താണ് നടത്തിയത്? ക്രെഡിറ്റ് സെയിലാണ് നടത്തിയത്. അപ്പം അമലിന്റെ അക്കൗണ്ടിൽ സെയിൽസിന് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അമലിന്റെ അക്കൗണ്ടിൽ സെയിൽസിന് ഡെബിറ്റ് ചെയ്യുകയും സെയിൽസ് അക്കൗണ്ടിൽ അമലിനെ ക്രെഡിറ്റ് ചെയ്യുകയും വേണം. ഓക്കെ, അമലിന്റെ അക്കൗണ്ട് എവിടെ? അമലിന്റെ അക്കൗണ്ട് എടുത്തു, GH. അമൽ അക്കൗണ്ട് ഇട്ടിട്ടു സെയിൽസ് എന്നാണ്. അപ്പൊ അമൽ ആരാണ്? അമലിന്റെ അക്കൗണ്ട് എന്തുണ്ട്? സെയിൽസിന് ഡെബിറ്റ് ചെയ്ത. കാരണം അമൽ ആരാണ്? ഡെറ്റർ ആണ്. അമൽ എന്താണ്? അസറ്റ് ആണ്. അമൽ ആരാണ്? അമലൊരു അസറ്റ് ആണ്, ഡെറ്റർ ആണ്. ഓക്കെ, സെയിൽസ് എത്ര രൂപ? 5200. ഇത് എവിടെയും വരും? സെയിൽസ് അക്കൗണ്ട്. സെയിൽസ് എന്താണ്? സെയിൽസിന് ക്രെഡിറ്റ് ബാലൻസ് ആണ്. ക്രെഡിറ്റ് കൂടണം. എന്ത് കൂടണം? ക്രെഡിറ്റ് കൂടണം. വെച്ച് എന്താണ്? അമൽ 5200. അടുത്തത് ക്യാഷ് സെയിൽസ് നടത്തി. അപ്പൊ എന്ത് കൂടും? ക്യാഷ് കൂടും. എന്ത് കൂടും? ക്യാഷ് കൂടും. എന്ത് മൂലം? സെയിൽസ് മൂലം ക്യാഷ് കൂടും. സെയിൽസ് മൂലം ക്യാഷ് കൂടും. സെയിൽസ് മൂലം എന്ത് കൂടും? ക്യാഷ് കൂടും. ഇവിടെ എന്ത് കൂടും? സെയിൽസും കൂടത്തില്ല ഇടയിൽ. സെയിൽസിന് എന്താണ്? ക്രെഡിറ്റ് ബാലൻസ് അല്ലേ? ക്രെഡിറ്റ് സൈഡ് എന്ത് കൂടും? എത്ര രൂപയാണ് കൂടിയത്? 3000 രൂപ. എത്ര രൂപ? 3000 രൂപ. ഓക്കെ, ഇനി 10ാമത്തെ എൻട്രി, വിഡ്രോ ക്യാഷ് ഓർ ഡൊമസ്റ്റിക് യൂസ്. ഡ്രോയിങ്സ് അക്കൗണ്ട് ഇട്ടിട്ടു ക്യാഷ്. അപ്പൊ ഡ്രോയിങ്സ് കൂടി എന്നാണ്. ഡ്രോയിങ്സിന് ഡെബിറ്റ് ബാലൻസ് ആണ്. ഡ്രോയിങ്സ് കൂടി എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ എഴുതും HIJ. എന്താണ്? ക്യാഷ്. ഡ്രോയിങ്സ് കൂടി. ക്യാഷ് എത്ര രൂപ കൂടി? 1500 രൂപ. 1500 രൂപ എന്ത് കൂടി? ഡ്രോയിങ്സ് കൂടി. കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് സംഭവിച്ചു? ഡ്രോയിങ്സ് അക്കൗണ്ട് ക്യാഷ് ആണ്. ക്യാഷിന് ക്രെഡിറ്റ് വന്നു, ക്യാഷ് കുറഞ്ഞു. എന്ത് കുറഞ്ഞു? ക്യാഷ് കുറഞ്ഞു. എത്ര രൂപ കുറഞ്ഞു? 1500 രൂപ കുറഞ്ഞു. ഓക്കെ ആണ്. മനസ്സിലാവുന്നുണ്ടല്ലോ കാര്യങ്ങളൊക്കെ? കുഴപ്പമൊന്നുമില്ലല്ലേ? അടുത്തത് ഈ പറഞ്ഞ ട്രാൻസാക്ഷൻ ഡ്രോയിങ്സ് അക്കൗണ്ട് പർച്ചേസ്. എന്താണ്? ഗുഡ്സ് പേഴ്സണൽ ആവശ്യത്തിന് കൊണ്ടുവന്ന പർച്ചേസ് എന്ത് ചെയ്യും? കുറയും. ഡ്രോയിങ്സ് കൂടും. ഇവിടെ എന്താണ്? ഇവിടെ ഞാൻ I ആണ് ഇട്ടത്. I. ഇവിടെ J അല്ല വരേണ്ടത്. J. ഓക്കെ, കെയിൽ എന്ത് കൂടി? പർച്ചേസ് മൂലം എന്ത് കൂടി? ഇരുന്ന സ്റ്റോക്കാണ് ഇപ്പൊ അമൗണ്ട് എടുത്തോണ്ട്. അതുമൂലം എന്ത് കൂടി? ഡ്രോയിങ്സ് കൂടി. പർച്ചേസ് അക്കൗണ്ട് എന്ത് സംഭവിക്കും? പർച്ചേസ് അക്കൗണ്ട് കുറയും. ഇവിടെ ഈ എമൗണ്ട് ഒന്ന് മാറ്റണം. ഈ എമൗണ്ട് 5300 ആക്കണേ. എത്ര എമൗണ്ട് ആണ്? 5300. അപ്പൊ പറഞ്ഞ ഇവിടെ എന്ത് കുറയും? പർച്ചേസ് കുറയും. അപ്പൊ ചുരുക്കി പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു? എല്ലാ ട്രാൻസാക്ഷൻസും ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്തു. കുഴപ്പമൊന്നുമില്ല. ഇനിയാണ് നമ്മൾ ഓരോ അക്കൗണ്ടായിട്ട് ബാലൻസ് ചെയ്യേണ്ടത്. അങ്ങനെ ബാലൻസ് ചെയ്യുമ്പോൾ ഏത് സൈഡാണ് കൂടുതലെന്ന് ആദ്യം കൂട്ടി നോക്കുക. ഇപ്പൊ ക്യാഷ് അക്കൗണ്ട് എടുക്കുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡാണ് കൂടുതൽ. ക്യാഷ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡാണ് കൂടുതൽ. ഇപ്പൊ ഡെബിറ്റ് സൈഡ് ഞാൻ ആദ്യമേ കൂട്ടി. എന്നിട്ട് ഈ പറയുന്ന കുറവുള്ള സ്ഥലത്തിന് എത്രയും കൂടെ വരണമെന്ന് നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് നോക്കണം. നമ്മൾ അതിന്റെ നേരെ എന്ത് എഴുതും? ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞ് എഴുതും. ഇതെന്ന് എഴുതും? ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞ് എഴുതും. ഇതെഴുതും? ബാലൻസ് എന്ന് പറഞ്ഞ് എഴുതോടെ? ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞ് എഴുതും. ഓക്കെ, ഇത് കണക്ക് ഏത് അക്കൗണ്ട് പോസ്റ്റ് ചെയ്യണം? ഈ പറയുന്ന
ഈ പറയുന്ന അക്കൗണ്ട് പോസ്റ്റ് ചെയ്യണം. അപ്പൊ ഇവിടെ ആകെ എത്രയേ ഉള്ളൂ? ഇവിടെ ആകെ എത്രയേ ഉള്ളൂ? 50,000 രൂപയേ ഉള്ളൂ. ഇവിടെ ആകെ എത്രയേ ഉള്ളൂ? 50,000 രൂപയുള്ളൂ. അപ്പൊ ഇവിടുത്തെ ബാലൻസ് ക്യാരി എത്ര തന്നെയാണ്? എത്ര തന്നെയാണ്? ഈ പറയുന്ന 50,000 തന്നെയാണ്. ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ബാലൻസ് കിട്ടി. ഇതിന്റെ ബാലൻസ് നമ്മൾ എന്ത് ചെയ്യൂടെ? നമ്മൾ എന്ത് ചെയ്യും? ബ്രോഡ് ഡൗൺ കൂടി ചെയ്യണേ. തൊട്ടടുത്ത ഡേറ്റിലേക്ക് മന്ത് എൻഡ് ആണ് നമ്മൾ ക്യാരി ഡൗൺ ചെയ്യുന്നത്. തൊട്ടടുത്ത മാസം നമ്മൾ എന്ത് ചെയ്യും? തന്നെ ബ്രോ ഡൗൺ ചെയ്യും. തൊട്ടടുത്ത മാസം നമ്മൾ എന്ത് ചെയ്യും? ബ്രോ ഡൗൺ ചെയ്യും. എങ്ങനെ ബ്രോ ഡൗൺ ചെയ്യും? ഈ എമൗണ്ട് തന്നെ എന്ത് ചെയ്യും? താഴോട്ടിട്ട് എഴുതും. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? ബ്രോ ഡൗൺ ചെയ്യും. ഇങ്ങോട്ട് താഴോട്ട് ബ്രോ ഡൗൺ ചെയ്യും. ഓക്കെ. ഫർണിച്ചറിൽ എന്താണ് ഈ പറഞ്ഞ സെയിം സിറ്റുവേഷൻ ആണ് വരുന്നത്. ഒരു സ്ഥലമേ ഉള്ളൂ. അപ്പൊ നമ്മൾ അതെന്ത് ചെയ്തു? ഇതെന്ത് ചെയ്തു? കൂട്ടി എഴുതി. അതെന്ത് ചെയ്തു? കൂട്ടി എഴുതി. കൂട്ടി എഴുതിയിട്ട് ബാലൻസ് ക്യാരി ഡൗൺ എത്ര തന്നെ വരും? ഈ പറയുന്ന എമൗണ്ട് തന്നെ വരും. ബ്രോ ഡൗൺ എവിടെ വരും? ക്രെഡിറ്റ് സൈഡിലാണ് ക്യാരി ഡൗൺ എങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലായിരിക്കും എന്ത് വരുന്നത്? ബ്രോ ഡൗൺ വരുന്നത്. നമുക്കറിയാം. എത്ര രൂപ? 15,000 രൂപ. എത്ര രൂപ? 15,000 രൂപ. പർച്ചേസ് അക്കൗണ്ട് ഏത് സൈഡാണ് കൂടുതൽ? ഡെബിറ്റ് സൈഡാണ് കൂടുതൽ. ഏത് സൈഡാണ് കൂടുതൽ? ഡെബിറ്റ് സൈഡാണ് കൂടുതൽ. ക്രെഡിറ്റ് സൈഡ് കുറവാണ്. എത്ര രൂപയുടെ കുറവ് വന്നടേ? എത്ര രൂപയുടെ കുറവ് വന്നു? 6,000 മൈനസ് 5,300, 700 രൂപയുടെ കുറവ് വന്നു. നമ്മൾ എന്ത് ചെയ്യണം? ബ്രോ ഡൗൺ ചെയ്യണം. 700 നമ്മൾ എന്ത് ചെയ്യണം? ബ്രോ ഡൗൺ ചെയ്യണം. ഓക്കെ. അടുത്ത സാലറിയിൽ എന്താണ്? കുഴപ്പങ്ങളൊന്നുമില്ല. ഒരൊറ്റ സാധനമേ ഉള്ളൂ. അതുകൊണ്ട് വേറെ പ്രശ്നമോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ അത് തന്നെയാണ് എന്ത്? അതിന്റെ ബാലൻസ് ക്യാരി ഡൗൺ. അത് തന്നെയാണ് അതിന്റെ ബാലൻസ് ക്യാരി ഡൗൺ. ബ്രോ ഡൗൺ എത്ര വരും? 5,000 രൂപ തന്നെയാണ് ബ്രോ ഡൗൺ ചെയ്ത് വരുന്നത്. ക്യാരി ഡൗൺ ചെയ്യുന്നതിന് ഓപ്പോസിറ്റ് സൈഡിലാണ് എന്ത് ചെയ്യേണ്ടത്? ബ്രോ ഡൗൺ ചെയ്യേണ്ടത്. ക്യാരി ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? എത്രയാണോ കുറവ് അതാണ് ക്യാരി ഡൗൺ. അത് നമ്മൾ എന്ത് ചെയ്യും? അടുത്ത മാസത്തേക്ക് ബ്രോ ഡൗൺ ചെയ്യും. കമ്മീഷന്റെ കേസ് എടുത്താൽ കമ്മീഷൻ 5,200 മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ എന്ത് ചെയ്തു? ഇത് ഒരേ ലൈൻ ആയിരിക്കണേ. ഈ പറഞ്ഞ എമൗണ്ട് ടോട്ടൽ ചെയ്യുന്ന ഒരേ ലൈൻ ആയിരിക്കണം. വിട്ടുപോരുത്. ഓക്കെ. ഈ എമൗണ്ട് തന്നെയാണ് എന്ത് വരുന്നത്? ക്യാരി ഡൗൺ ആയിട്ട് വരുന്നത്. ക്യാരി ഡൗൺ ചെയ്ത് വരുന്നത്. ബ്രോ ഡൗൺ എത്ര വരും? 5,200 തന്നെയാണ്. ഓക്കെ. അടുത്ത ഡ്രോയിങ്സ് അക്കൗണ്ട് നമുക്ക് അതാണ് ചെയ്യാം. ഡ്രോയിങ്സ് അക്കൗണ്ട് നമുക്ക് അതാണ് ചെയ്യാം. 6,800 രൂപ എന്ത് വരും? ഡ്രോയിങ്സ് അക്കൗണ്ട് വരും. ക്യാരി ഡൗൺ എത്ര രൂപ വരും? ഈ പറഞ്ഞ 6,800 തന്നെയാണ് ക്യാരി ഡൗൺ ചെയ്യേണ്ടത്. കാരണം ക്രെഡിറ്റിൽ വേറെ ബാലൻസും കാര്യങ്ങളൊന്നുമില്ല. 6,800 രൂപ തന്നെ എന്ത് ചെയ്യും? ക്യാരി ഡൗൺ ചെയ്യും. അത്ര എമൗണ്ട് തന്നെ എന്ത് ചെയ്യും? ബ്രോ ഡൗണും ചെയ്യും. അത്ര എമൗണ്ട് തന്നെ എന്ത് ചെയ്യും? ബ്രോ ഡൗണും ചെയ്യും. ഓക്കെ. റെന്റിന്റെ കേസിലോട്ട് പോകുന്നു. റെന്റ് എത്രയുണ്ട്? 6,000 രൂപയുണ്ട്. 6,000 തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ക്യാരി ഡൗൺ ചെയ്യുന്നത്. 6,000 രൂപ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ക്യാരി ഡൗൺ ചെയ്യുന്നത്. ബ്രോ ഡൗൺ ചെയ്യുന്നത് ഏത് തന്നെയാണ്? അപ്പുറം 6,000 രൂപ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ബ്രോ ഡൗൺ ചെയ്യുന്നത്. ഓക്കെ. സംശയമൊന്നുമില്ലല്ലോ? സംശയമൊന്നുമില്ല. ഓക്കെ. ചെയ്തെത്തുന്നില്ലേ? കൂടെ ചെയ്തെത്തുന്നില്ലേ? ചെയ്തെത്തിയില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വീഡിയോ ഒന്ന് പോസ് ചെയ്യുക. പോസ് ചെയ്തിട്ട് ചെയ്ത് തീർന്നതിന് ശേഷം എന്റെ ഉത്തരവാദിത്തം കമ്പയർ ചെയ്യണേ. ഇനി ഇവിടെ എന്ത് തോന്നുന്നു? ക്രെഡിറ്റ് സൈഡാണ് വന്നത്. നമ്മൾ എമൗണ്ട് എടുത്തു, കൂട്ടിയതിനു ശേഷം ആ എമൗണ്ട് ആണ് ഇവിടെ എന്ത് വരുന്നത്? ക്യാരി ഡൗൺ ആയിട്ട് വരുന്നത്. ആ എമൗണ്ട് നമ്മൾ എടുത്ത് എന്ത് എഴുതി. ബ്രോ ഡൗൺ എന്ത് വരും? അടുത്ത സൈഡിൽ വരും. ഡെബിറ്റ് ആണ്, ക്രെഡിറ്റിലോട്ട് മാറും. 5,000 രൂപ തന്നെയാണ്. ഓക്കെ.
എന്നിട്ട് ഞാൻ അടുത്ത ഇത് അമലിന്റെ അക്കൗണ്ട് നമുക്ക് ബാലൻസ് ചെയ്യാം. 5200 തന്നെയാണ്. 5200 തന്നെ നമ്മൾ ക്രെഡിറ്റിലോട്ട് മാറ്റും. എന്നിട്ട് ബാക്കി വരുന്ന എമൗണ്ട് നമ്മൾ എത്ര നോക്കും. നമുക്ക് മനസ്സിലായി എന്താണ് ആ ട്രാൻസാക്ഷൻ ഒന്നുമില്ല, അത്ര എമൗണ്ട് തന്നെയാണ് ബാക്കി വരുന്നത്. ആ എമൗണ്ട് നമ്മൾ അവിടെ ഇട്ടു. എത്രയാണ്? 5200 രൂപ. ബ്രോഡ് ഡൗൺ ചെയ്ത് എത്ര രൂപ വരും? ബ്രോഡ് ഡൗൺ ചെയ്ത് 5200 രൂപ തന്നെ എന്ത് വരും? ബ്രോഡ് ഡൗൺ ചെയ്ത് വരും. സെയിൽസിന്റെ കേസ് എടുക്കുമ്പോൾ സെയിൽസിൽ ക്രെഡിറ്റ് എത്ര ഉണ്ടോ നമ്മൾ കൃത്യമായിട്ട് നോക്കും. കൃത്യമായിട്ട് നോക്കിയതിന് ശേഷം അപ്പൊ 8200 രൂപ സെയിൽ ഉണ്ടെന്ന് മനസ്സിലായി. സെയിൽസ് അക്കൗണ്ടിൽ 2 ക്രെഡിറ്റ് ഉണ്ട്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? ഇതിന്റെ ബാലൻസിൽ എന്ത് ചെയ്യും? ക്യാരി ഓവർ ചെയ്യും. എത്ര രൂപ? 8200 രൂപ തന്നെയാണ്. എത്ര രൂപ ബ്രോഡ് ഡൗൺ ചെയ്യും? തൊട്ടടുത്ത സൈഡിലോട്ട് 8200 രൂപ ബ്രോഡ് ഡൗൺ ചെയ്യും. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? അക്കൗണ്ട്സ് ബാലൻസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇത്രയും അക്കൗണ്ട്സ് ബാലൻസ് ചെയ്തു. അക്കൗണ്ട്സ് ബാലൻസ് ചെയ്ത് സംശയമൊന്നും വരാൻ സാധ്യതയില്ല. പക്ഷെ ഈ പറയുന്ന അക്കൗണ്ട്സ് ബാലൻസ് ചെയ്തത് ശരിയാണോ അല്ലയോ നമ്മൾ എങ്ങനെ അറിയും? അക്കൗണ്ട്സ് ബാലൻസ് ചെയ്ത് ശരിയാണോ അല്ലയോ നമ്മൾ എങ്ങനെ അറിയും? അറിയാൻ വേണ്ടിയാണ് ഒരു സംഭവം ഉള്ളത്. അതിനെ നമ്മൾ വിളിക്കുന്ന പേര് ട്രയൽ ബാലൻസ് എന്ന പേരിട്ട് വിളിക്കും. എന്തെന്ന് വിളിക്കും? ട്രയൽ ബാലൻസ് എന്ന പേരിട്ട് വിളിക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്താൽ ആ ട്രാൻസാക്ഷൻസ് 2 ആസ്പെക്ട് ഉണ്ട്. ഡെബിറ്റ് ആസ്പെക്ട് ഉണ്ട്, ഒരു ക്രെഡിറ്റ് ആസ്പെക്ട് ഉണ്ട്. സെയിം എമൗണ്ട് വരുന്ന ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും ആണ്. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? ആ പറയുന്ന ട്രാൻസാക്ഷന്റെ എഫക്റ്റ് എപ്പോഴും നള്ളിഫൈ ചെയ്തേ പോകുള്ളൂ. അങ്ങനെ നള്ളിഫൈ ചെയ്ത് പോയാൽ അതിന്റെ മീനിങ് എന്താണ്? ഡെബിറ്റും ക്രെഡിറ്റും തുല്യമായിരിക്കും. അങ്ങനെ തുല്യമാണോ അല്ലയോ നമ്മൾ ചെക്ക് ചെയ്യുന്ന ഒരു നമ്മളെ ഒരു ശരിയാണോ തെറ്റാണോ കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടി നോക്കുന്ന ഒരു ചെക്കർ എന്ന് നമുക്ക് പറയാം. അതിനാണ് എന്താ വിളിക്കുന്നത്? ട്രയൽ ബാലൻസ് എന്ന് പേരിട്ട് വിളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ലെഡ്ജർ ബാലൻസിന്റെ എല്ലാ ബാലൻസ് എടുത്ത് എന്ത് ചെയ്യും? ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ നോക്കി അതാത് ബാലൻസുകൾ ഇട്ടിട്ട് എന്ത് ചെയ്യും? ബാലൻസ് ചെയ്ത് നോക്കും. അപ്പൊ അതിന് ഒരു പർട്ടിക്കുലർ കോളം കാണും, ദെൻ ഒരു ഡെബിറ്റ് എമൗണ്ട് കോളം കാണും, ദെൻ ഒരു ക്രെഡിറ്റ് എമൗണ്ട് കോളം കാണും. പർട്ടിക്കുലർ കോളത്തിൽ എന്തൊക്കെ വരും? ഈ ഐറ്റംസ് വരും. എന്താണ്? ക്യാഷ് വരും, ദെൻ ക്യാപിറ്റൽ വരും, ദെൻ ഫർണിച്ചർ വരും, ദെൻ പർച്ചേസ് വരും. പർട്ടിക്കുലർ എന്ന് വെച്ചാൽ നമ്മൾ ഏതൊക്കെ ലെഡ്ജർ പ്രിപ്പയർ ചെയ്തോ അതെല്ലാം പർട്ടിക്കുലർ കോളത്തിൽ വരണം. പർച്ചേസ് വരും, ദെൻ സാലറി വരും, ദെൻ സാലറി കഴിഞ്ഞ് പിന്നെ എന്ത് വരും? കമ്മീഷൻ വരും. പിന്നെ എന്ത് വരും? ഡ്രോയിങ്സ് വരും. പിന്നെ എന്ത് വരും? റെന്റ് വരും. പിന്നെ എന്ത് വരും? രാഹുലിന് ഒരു അക്കൗണ്ട് വരും. പിന്നെ എന്ത് വരും? അമലിന്റെ അക്കൗണ്ട് വരും. പിന്നെ എന്ത് വരും? സെയിൽസിന്റെ അക്കൗണ്ട് വരും. മൊത്തത്തിൽ അക്കൗണ്ട് വരും. 11 അക്കൗണ്ട് വന്നു. ഈ അക്കൗണ്ടിന്റെ ബാലൻസസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ എവിടെയാണോ അത് ബ്രോഡ് ഡൗൺ ചെയ്തത് അതാണ് ആ പറഞ്ഞ അക്കൗണ്ട് ബാലൻസ്. ഏത് സൈഡിലാണോ പറയുന്ന അക്കൗണ്ടിന്റെ ബാലൻസ് ബ്രോഡ് ഡൗൺ ചെയ്തിരിക്കുന്നത് അതാണ് ആ പറഞ്ഞ അക്കൗണ്ടിന്റെ ബാലൻസ്. നമുക്കറിയാം സാധാരണഗതിയിൽ അസറ്റ്സ് ഏതാണോ ലയബിലിറ്റീസ് എന്താണ് നമുക്ക് ഐഡന്റിഫൈ അറിയാം. അങ്ങനെ നോക്കി കണ്ടുപിടിക്കാം. ഇപ്പൊ ക്യാഷ് എന്താണ്? അസറ്റ് ആണ്. രാഹുൽ എന്താണ്? ഡെറ്റർ ആണ്. അമൽ ആരാണ്? അമല് ക്രെഡിറ്റർ ആണ്. നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കേണ്ട ആളാണ്. അമൽ ആരാണ്? ക്രെഡിറ്റർ ആണ്. രാഹുലാണ് ക്രെഡിറ്റർ, അമൽ ആരാണ്? ഡെറ്ററും ആണ്. ഓക്കെ, നമുക്ക് പോവാം. ക്യാഷിന് എന്ത് ബാലൻസ്? ഡെബിറ്റ് ബാലൻസ്. അപ്പൊ ഡെബിറ്റ് കോളത്തിൽ നമ്മൾ എഴുതി. ക്യാപിൽ എന്ത് ബാലൻസ്? ക്രെഡിറ്റ് ബാലൻസ്. അപ്പൊ നമ്മൾ ക്രെഡിറ്റ് കോളത്തിൽ എഴുതി. ഫർണിച്ചറിന് എന്ത് ബാലൻസ്? ഡെബിറ്റ് ബാലൻസ്. ഡെബിറ്റ് കോളത്തിൽ എഴുതി. പർച്ചേസസിന് എന്ത് ബാലൻസ്? ഡെബിറ്റ് ബാലൻസ്. ഡെബിറ്റ് കോളത്തിൽ എഴുതി. ദെൻ സാലറിക്ക് എന്ത് ബാലൻസ്? ഡെബിറ്റ് ബാലൻസ്. ഡെബിറ്റ് കോളത്തിൽ എഴുതി. കമ്മീഷൻ എന്ത് ബാലൻസ്? ക്രെഡിറ്റ് ബാലൻസ്.
ക്രെഡിറ്റ് കോളത്തിൽ എഴുതി. ഡ്രോയിങ്സിന് എന്ത് ബാലൻസ്? ഡെബിറ്റ് ബാലൻസ് എവിടെ എഴുതി? ഡെബിറ്റ് കോളത്തിൽ എഴുതി. റെന്റിന് എന്ത് ബാലൻസ്? ഡെബിറ്റ് ബാലൻസ്. കാരണം അതൊക്കെ എന്താണ്? എക്സ്പെൻസ് ആണ്. ഡ്രോയിങ്സ് എന്താണ്? ക്യാപിറ്റലിൽ നിന്ന് കുറയുന്ന ഐറ്റമാണ്. രാഹുൽ ആരാണ്? രാഹുൽ ക്രെഡിറ്റർ ആണ്. അതുകൊണ്ട് തന്നെ എന്താണ്? ക്രെഡിറ്റ് ബാലൻസ് ആണ്. അല്ലാതെ അതുപോലെ തന്നെ എന്താണ്? രാഹുലിന്റെ പ്രോട്ടോൺ എവിടെയാണ്? ക്രെഡിറ്റ് സൈഡിലാണ് കിടക്കുന്നത്. ഇനി അമലിന്റെ കേസിൽ അമൽ ആരാണ്? അമൽ ഡെറ്റർ ആണ്. ഡെബിറ്റ് ബാലൻസ്. ദെൻ സെയിൽസ് എന്താണ്? സെയിൽസിന് എന്താണ്? ക്രെഡിറ്റ് ബാലൻസ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ ട്രയൽ ബാലൻസ് ടോട്ടൽ എടുക്കണം. ട്രയൽ ബാലൻസ് എന്തെടുക്കണം? ടോട്ടൽ എടുത്ത് നോക്കണം. ട്രയൽ ബാലൻസിന്റെ ടോട്ടൽ എടുത്ത് നോക്കണം. ടോട്ടൽ എഗ്രി ആയാൽ, ഡെബിറ്റും ക്രെഡിറ്റും തുല്യമായാൽ നിങ്ങൾ ഈ ചെയ്തിരിക്കുന്ന ലെഡ്ജർ കറക്റ്റ് ആണ്. നിങ്ങൾ കറക്റ്റ് ആയിട്ടാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നതിന്റെ മീനിങ്. നിങ്ങൾ തെറ്റിച്ചാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഈ പറയുന്ന ഡെബിറ്റും ക്രെഡിറ്റും തുല്യമാവത്തില്ല. തുല്യമാവത്തില്ല. ഓക്കെ, ഡെബിറ്റും ക്രെഡിറ്റും എന്താവത്തില്ല? തുല്യമാവത്തില്ല. ഓക്കെ, മനസ്സിലായോ? നമ്മൾ ഈ ഏരിയ ക്ലിയർ ആയില്ലേ? ഏത് ഏരിയ? ഹൗ ടു പോസ്റ്റ് ജേർണൽ എൻട്രീസ് ഇൻ ലെഡ്ജർ. ആ പറഞ്ഞ ഏരിയ കൃത്യമായിട്ട് മനസ്സിലായില്ലേ? മനസ്സിലായി. അടുത്ത ദിവസം നമുക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞ സിംഗിൾ കോളം ക്യാഷ് ബുക്കും ഡബിൾ കോളം ക്യാഷ് ബുക്കും പർച്ചേസ് രജിസ്റ്ററും സെയിൽസ് രജിസ്റ്ററും കാര്യങ്ങളൊക്കെ പഠിക്കാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. കാരണം ഇന്നത്തെ ക്ലാസ് ഞാൻ കൂടുതൽ സ്ട്രെയിൻ എടുക്കാത്ത കാര്യം എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. കുറച്ച് ലോജിക് അപ്ലൈ ചെയ്ത കാര്യങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.